വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ബി.ജെ.പി നേതാവ് ആർ ശ്രീലേഖയെ പ്രതി ചേർത്ത പോലീസ്. ശ്രീലേഖയെ പ്രതി ചേർക്കാതിരുന്നത് വിവാദമായതിന് പിന്നാലെയാണ് നടപടി. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GSനെയും പ്രതി ചേർത്തു. പുതിയ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ വിവാദമായതിനു ശേഷമാണോ ശ്രീലേഖയെ പ്രതി ചേർത്തിരിക്കുന്നത്? സ്മൃതി, തീർച്ചയായിട്ടും നെട്ടയം മലമുകളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത BJP പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു എന്നുള്ള ആരോപണത്തിന് പിന്നാലെയായിരുന്നു ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു BJP കൗൺസിലർമാർ ഉൾപ്പെടെ വലിയ ഒരു മാർച്ച് നടത്തിയത്. ആ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. മാത്രമല്ല, ആ മാർച്ചിനിടയ്ക്കാണ് വിവാദമായിട്ടുള്ള പോടാ പുല്ലേ പോലീസ് എന്നുള്ള മുദ്രാവാക്യം ഉയർന്നതും ആ ശ്രീലേഖ അടക്കമുള്ളവർ ആ മുദ്രാവാക്യം വിളിച്ചത് വലിയ വിവാദമാവുകയും അതിൽ IPS അസോസിയേഷൻ വരെ അഭിപ്രായ പ്രകടനം നടത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ്, അതായത് ഒരു സ്റ്റേഷൻ ഉപരോധം നടക്കുന്നു, ആ ഉപരോധം സംഘർഷത്തിലേക്ക് മാറുന്നു. അങ്ങനെയുള്ള സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവുന്ന കേസുകളിലെല്ലാം പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ, പ്രത്യേകിച്ച് മാർച്ചൊക്കെ ഉദ്ഘാടനം ചെയ്ത ആരാണോ അവർക്കെതിരെ അടക്കം കേസെടുക്കേണ്ടതാണ്. പക്ഷേ അന്ന് ശ്രീലേഖ മാർച്ച് ഉദ്ഘാടനം ചെയ്തിട്ട് പോലും ശ്രീലേഖയുടെ പേരിൽ കേസ് ഉണ്ടായില്ല. ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തിയില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ആദ്യഘട്ടത്തിൽ 5 കൗൺസിലർമാരുണ്ടായിരുന്നു, കണ്ടാലറിയാവുന്ന ഒരു 50 പേർ. ഇങ്ങനെയാണ് ആദ്യഘട്ട പ്രതിപട്ടിക ഉണ്ടായിരുന്നത്. പിന്നീട് വിവാദമായി. മുൻ മേയർ VK പ്രശാന്ത്, മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള എല്ലാവരും തന്നെ ഇതിനെതിരെ രംഗത്ത് വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ട്, അതായത് ഒരു അഡീഷണൽ റിപ്പോർട്ട് നെടുമങ്ങാട് കോടതിയിൽ വട്ടിയൂർക്കാവ് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതുപ്രകാരം ആർ ശ്രീലേഖ 5ാം പ്രതിയാണ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് 6ാം പ്രതിയാണ്. ഒപ്പം തന്നെ ആ മാർച്ചിൽ പങ്കെടുത്ത 15ഓളം പേർക്കെതിരെ പ്രത്യേകമായി ഇപ്പോൾ കേസെടുത്തുകൊണ്ട് ഒരു അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാലും വിവാദമായി അതിനുശേഷം മാത്രമാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആ ശ്രീലേഖ തന്നെ പറഞ്ഞത് താൻ സർവീസിൽ ഇരുന്നപ്പോൾ പോലും പോലീസുകാരെ ഇത്തരത്തിൽ വിളിച്ചിട്ടുണ്ട്, തെറ്റ് ചെയ്ത അഴിമതി കാണിച്ച ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ പോടാ പുല്ലേ എന്ന് മുൻപും വിളിച്ചിട്ടുണ്ട് എന്നതടക്കം ശ്രീലേഖ പറഞ്ഞത് വലിയ വിവാദമായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം മുൻ മേയർ VK പ്രശാന്ത് പറഞ്ഞത് ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടിട്ടാണോ പോലീസ് തീരുമാനമെടുക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPMന്റെ ഭാഗത്തു നിന്ന് തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കടുത്ത വീഴ്ച ഉണ്ടാവുകയും ആ ശ്രീലേഖ അടക്കമുള്ളവരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ ശ്രീലേഖയെ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ ആക്ഷേപം കൂടി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അധിക റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് പോലീസ് തൽക്കാലം ഈ തലവേദനയിൽ നിന്ന് തലയൂരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ വകുപ്പുകളൊന്നുമില്ല. അന്യായമായി സംഘം ചേരുക, ഒപ്പം തന്നെ ഇത്തരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഒടുവിൽ ശ്രീലേഖയെ പ്രതി ചേർത്തിരിക്കുന്നു. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.